പടഞ്ഞു നടന്ന ആ മനുഷ്യനെ കീഴ്പ്പെട്ട് തന്നെ വെറും ഒരു ജലദോഷപ്പനി കൊണ്ട് ചത്തുപോയി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, അധികാരം കൊണ്ടല്ല കർത്താവ് ഈ ലോകത്തെ കാൽ കീഴിലാക്കിയത്, ഈ ലോകത്തെ കീഴടക്കിയത്. അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ടാണ്, അധികാരം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു തരുന്നത്? അധികാര കസേരയിലിരിക്കുമ്പം നമ്മുടെ കാൽ കീഴിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ പരിസരത്ത് കുറച്ചു പേരുണ്ടായിരിക്കും. അവരെ കീഴടക്കാമെന്നാണ് വിചാരം, പക്ഷെ കീഴടങ്ങിയല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് സകലതിൻ്റെയും അധികാരിയായിട്ട് അധികാരദണ്ഡുമായി നമ്മളെ ഭരിക്കുമായിരുന്നു, ഈ ലോകത്തെ ഭരിക്കുമായിരുന്നു. കർത്താവ് അധികാരം വേണ്ടെന്ന് വെച്ചിട്ടാണ്, എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഈ ലോകത്തെ കീഴടക്കാനായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. വലതുകരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, ഈശോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പം ജനമെല്ലാവരും കൂടെ ഓടി വന്ന് കർത്താവിനെ എടുത്ത് തോളിലേറ്റി രാജാവാക്കാനായിട്ട് ശ്രമിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈശോ അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞുപോയി, അവരിൽ നിന്നും ഓടി ഒളിച്ചു. കാരണം കർത്താവിന് മനസ്സിലായി, എന്നെ ഇതാ അവരെല്ലാവരും കൂടെ രാജാവാക്കാനായിട്ട് പരിശ്രമിക്കുന്നുവെന്ന്. ഈശോ അവരിൽ നിന്നും മറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെയാണോ അധികാരമുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും, സ്ഥാനങ്ങളിൽ നിന്നും, അവസരങ്ങളിൽ നിന്നും കർത്താവ് ഭംഗിയായിട്ട് ബുദ്ധിപൂർവം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ സുവിശേഷത്തിൽ തെളിഞ്ഞു വരുന്ന കർത്താവിൽ നമ്മൾ വ്യക്തമായി കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാന്ധിജിയെ നമുക്കറിയാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം എല്ലാവരും കൂടി അന്വേഷിച്ചു ഗാന്ധിജി എവിടെയാണെന്ന്. പലരും ഓർത്തു ഇതാ പ്രധാനമന്ത്രിയാകാനായിട്ട്, പ്രസിഡന്റ് ആകാനായിട്ട് ഗാന്ധിജി ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണെന്ന്. അന്വേഷിച്ചിട്ട് കാണാനില്ല ആ മനുഷ്യനെ. നാട് മുഴുവൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഇന്ത്യയിലെ ഒരു വിദൂര ഗ്രാമത്തില്, ഒരു മനുഷ്യൻ പോലും കടന്നു ചെല്ലാനായിട്ട് പേടിക്കുന്ന ഒരു ഗ്രാമത്തിൽ, മതസ്പർദ്ധ നടക്കുന്ന സ്ഥലത്ത് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദൂര ഗ്രാമത്തിൽ, കുഗ്രാമങ്ങളിലൂടെ ആ മനുഷ്യൻ നടക്കുക. ഉടനെ വല്ലഭഭായ് പട്ടേൽ ഓടിച്ചെന്നു, ഇന്ന സ്ഥലത്തുണ്ടെന്നറിഞ്ഞിട്ട് ഓടിച്ചെന്നു. എങ്ങനെയെങ്കിലും ഗാന്ധിജി ഡൽഹിയിലോട്ട് വരണമെന്നും പറഞ്ഞ് അധികാര സ്ഥാനത്തേക്ക്. അദ്ദേഹം അപ്പോൾ പൊഴിഞ്ഞു വീണ ഒരു കരിയില എടുത്തു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു, പട്ടേലിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് കൊണ്ടുപോയി അവിടെയുള്ള നേതാക്കൾക്ക് കൊടുത്തേക്കാനും പറഞ്ഞു. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു കരിഞ്ഞു വീണ ഇലയുടെ അർത്ഥം അദ്ദേഹം കാണിച്ചു കൊടുത്തത്, എന്നെ സംബന്ധിച്ച് അധികാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു കരിയില പോലെയാണ്. എന്നെ സംബന്ധിച്ച് അധികാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു കരിയില പോലെയാണ്, ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മഹാമനുഷ്യന് ഈ തത്വം എവിടെ നിന്നാ കിട്ടിയത്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ മഹാമനുഷ്യന് ഇങ്ങനെ ഒരു അധികാരത്തോടുള്ള യാതൊരു ആർത്തിയില്ലായ്മയും കണ്ടുകെട്ടിയത്, മനസ്സിലാക്കിയത് ഈശോയിൽ നിന്നാണ്. കർത്താവ് ഒരിക്കലും രാജാവാകാൻ പരിശ്രമിച്ചില്ല. എവിടെയൊക്കെ ജനം തന്നെ രാജാവാക്കാൻ നോക്കിയോ അവിടുന്നൊക്കെ ഓടിയൊളിക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ സുവിശേഷത്തിൽ കണ്ടത്. അങ്ങനെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഈശോ ഈ ലോകത്തെ കീഴടക്കുക തന്നെ ചെയ്തത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഈശോ ഏതെങ്കിലും ഒരു സിനഗോഗിന്റെ അധികാരിയല്ല, ഒരു പ്രാർത്ഥനാലയത്തിന്റെ അധികാരിയല്ല. കർത്താവ് ദേശാധിപതിയല്ല, ഈശോ ഗവർണറുമല്ല, ഈശോ അവിടുത്തെ രാജാവുമല്ല. കർത്താവിന് അധികാരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മാനുഷികമായ വിധത്തിൽ ഒരധികാരവുമില്ലാത്ത വ്യക്തിയാണ് ഈ ലോകത്തെ 2000 വർഷമായിട്ട് കീഴടക്കിക്കൊണ്ടിരുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ ലോകത്തിൽ എവിടെയും കാണുന്നത്. ഈശോ അടിച്ചമർത്തി ഭരിക്കുന്ന വിധമല്ല, എല്ലാ അധികാരങ്ങളും വിട്ടൊഴിഞ്ഞിട്ട് അങ്ങനെ സ്നേഹത്തിന്റെ വിധത്തിൽ എല്ലാവരെയും ഈ ലോകത്തെ കീഴടക്കിയ ഒരു കർത്താവിനെയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടല്ലേ ഒരിക്കൽ ഫരിസേയർ കർത്താവിനോട് ചോദിച്ചു, എന്തധികാരത്താലാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഒരു രോഗിക്ക് സൗഖ്യം കൊടുത്തപ്പം അവർ ചോദിച്ചു, നീ എന്തധികാരത്താലാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. കർത്താവ് പറഞ്ഞോ, ഞാൻ ഈ രാജ്യത്തെ രാജാവാണെന്ന്, ഞാനിത് ഇവിടുത്തെ പീലാത്തോസിന് പകരമുള്ള ഗവർണറാണെന്ന് കർത്താവ് പറഞ്ഞില്ല. ഈശോ പറഞ്ഞില്ല, ഈ ദേശത്തിലെ ദേശാധിപതിയാ ഞാനെന്ന്. ഇതാ ഈ ദേവാലയത്തിൻ്റെ സിനഗോഗ് അധികാരിയാ ഞാനെന്ന് കർത്താവിന് ഒന്നും പറയാനില്ല. കർത്താവ് പറഞ്ഞു, എന്തധികാരത്താലാ ഇത് ചെയ്യുന്നത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അധികാരം കൊണ്ടല്ല കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്, സ്നേഹത്തിൻ്റെ പരമമായ രൂപത്താലും മാതൃകയാലുമാണ് ഈ ലോകത്തെ കർത്താവ് കീഴടക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക, കൈകൾ യാചനാ രൂപത്തിൽ തുറന്നു പിടിക്കുക. നമുക്ക് ഈ കർത്താവിൻ്റെ മാതൃക, ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ കാണിച്ചു തരുന്ന മാതൃക വേദനിപ്പിക്കുന്ന മാതൃകയല്ല, വേദന ഏറ്റെടുക്കുന്ന മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരെ ഒന്ന് മനസ്സിലോർക്കാം. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരെ, നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർക്കുക. ആരെയൊക്കെ എങ്ങനെയൊക്കെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ ഈ നിമിഷം ഇതാ വേദനിപ്പിക്കുന്നതിലല്ല, വേദന ഏറ്റെടുക്കുന്നതിലൂടെയാണ് സകലരെയും കീഴടക്കാൻ പറ്റുന്നതെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇരു കരങ്ങളും ഉയർത്തുക, അവരെ ഓർത്ത്, നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ വേദനിപ്പിച്ചവരെ ഓർത്ത് കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി വിളിക്കണം, സർവശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ചുണരുക. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഉയർത്താം, നമ്മുടെ നിയോഗങ്ങളെ ഉയർത്താം, നമ്മളെ വേദനിപ്പിച്ചവരെ ഉയർത്താം, നമ്മളെ കരയിപ്പിച്ചവരെ ഉയർത്താം. കർത്താവ് അവരെ കീഴടക്കിയത് ഉപദ്രവിച്ചുകൊണ്ടല്ല, അടിച്ചുകൊണ്ടല്ല, കൊന്നിട്ടല്ല, സ്നേഹിച്ചുകൊണ്ടാണല്ലോ. ഓ ദൈവമേ, ഇതാ ഇരു കരം ഉയർത്തി ഞങ്ങളും അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ആലീസ്. ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് യേശുനാഥൻ ചെയ്ത അനുഗ്രഹത്തിന് സാക്ഷി പറയാനാണ്. എൻ്റെ മകൻ ദുബായിൽ 4 വർഷം ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ മെയ്യിൽ അവന് വയറുവേദന, ഛർദി, പനി, അങ്ങനെ പല അസുഖങ്ങളും വന്നു. അപ്പോൾ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഓർമ്മ മുഴുവനായി നഷ്ടപ്പെട്ടു. ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ മോനുമായി ഫോണിലൂടെ ദുബായിലേക്ക് ഫോൺ ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ നാട്ടിലേക്ക് 10 ദിവസത്തേക്ക് കൊണ്ടുവന്നു. അന്ന് തന്നെ തൃശ്ശൂർ ഹൈടെക് ആസ്പത്രിയിൽ പോവുകയും എല്ലാ വക ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ട്യൂമർ ആയിരിക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. അവർക്ക് മനസ്സിലാവാതെ അവർ വീണ്ടും അമൃത ആസ്പത്രിയിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചു. അപ്പോഴും എല്ലാ സ്ഥലത്തും എന്താണ് രോഗമെന്നറിയാൻ ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു. അവിടെ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തെങ്കിലും അവർ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, തലച്ചോറിലും ഉണ്ട്, കുടലിലും ഉണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതിന് 3 മാസം അവിടെ അവർ ചെറുകുടലിൽ TB ചിലവർക്ക് 100-ൽ 1-2 ആൾക്ക് വരും, അതായിരിക്കും എന്ന് പറഞ്ഞ് ചികിത്സിച്ചു. പക്ഷേ മോൻ്റെ നില വളരെ വഷളായി. മോൻ തൂക്കം കുറഞ്ഞ് 45 കിലോനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വെല്ലൂർ മിഷൻ ആസ്പത്രിയിലേക്ക് പോവുകയും അവിടെ വെച്ച് അവർ രോഗം കണ്ടുപിടിച്ചു. മോന് ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ സൂക്കേടാണ്. അത് 100-ൽ 1 വരുന്നതാണ്. ഈ 25 വയസ്സായ മോന് ഈ ഓർമ്മക്കുറവ് വരുന്നത് 100-ൽ 1 ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ അതിന് ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. വെല്ലൂർ ഞങ്ങൾ ചികിത്സിക്കാം. ഒരുപാട് പൈസ വേണം. കീമോതെറാപ്പിയാണ് ചെയ്യേണ്ടത്. 6 കീമോതെറാപ്പി ചെയ്യണം. ഒരു കീമോതെറാപ്പിക്ക് 2.5 ലക്ഷം രൂപയാണ്. അങ്ങനെ 15 ലക്ഷം രൂപ മരുന്നിന് മാത്രം വേണം. പിന്നെയുള്ള ചിലവ്. അങ്ങനെ 6 മാസം ഞങ്ങൾ ഒരു റൂമിൽ ഡിസ്ചാർജ് ഇല്ലാണ്ട് അവിടെ തന്നെ നിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നില വളരെ വഷളാവുകയും ഞാൻ എപ്പോഴും അച്ഛനെ വിളിച്ച് അച്ഛൻ മോനിന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബ്ലഡ് ഛർദ്ദിക്കുക, വയറ്റിൽ നിന്ന് പോകുക, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നു. പക്ഷേ ജെറുസലേം നാഥൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക. അച്ഛൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ധൈര്യം തരികയും മോന് ഫോൺ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു.
എങ്കിലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ജെറുസലേം നാഥൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയും എൻ്റെ മോന് പൂർണ്ണ സൗഖ്യം തരികയും ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ പണവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിച്ച ജെറുസലേം നാഥൻ 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരെ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ബ്ലഡ് ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് കടന്നു വന്നിരിക്കുന്ന ആലീസിന്റെ പ്രിയപ്പെട്ട മകനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലെവിൻ ജോൺ ഒരു വാക്ക് പറയുന്നു. ഞാൻ രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്നു. അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് പണവും എൻ്റെ ജീവനും തിരിച്ചു കിട്ടി. ദൈവത്തിന് നന്ദി. എല്ലാവരുടെ പ്രാർത്ഥനയും എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജെറൂസലമിലെ പ്രാർത്ഥന വഴിയായിട്ട് ജീവനും പണവും ആവശ്യത്തിനുള്ള ദൈവം നൽകിയതിന് ലെവിൻ ജോണിൻ്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടത്. ഈശോ അനുഗ്രഹിക്കട്ടെ മോനെ.